ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഇങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് നന്നായിട്ട് കുഴയ്ക്കാൻ കേട്ടോ. നന്നായിട്ട് കുഴച്ചത് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചിടാൻ പാടുള്ളൂ. ഞാൻ ബട്ടർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് എടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടൊരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവാള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ക്യാരറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അരിഞ്ഞ് വെച്ചിട്ടുള്ള 1 കപ്പ് ക്യാരറ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് നമ്മൾ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കത്തിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പവും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പവും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. ആ ചിക്കൻ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദയും കൂടി കലക്കി വെച്ചതാണ് കേട്ടോ. അത് നമ്മൾ അതിലേക്ക് ഒന്ന് കലക്കിയിട്ട് നമ്മൾ വെച്ചെടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു കഷ്ണം ചീസ് ഇട്ടിട്ടുണ്ടോ. ചീസിൻ്റെ ബ്ലോക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരു കഷ്ണം ചീസ് ഇട്ടിട്ടുണ്ട്. ആ ചീസും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലെക്സ് ആണ് ഇട്ടിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകൾ നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ മസാല ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. നമ്മൾ ആ മാവ് ഓരോ ബോളാക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ റൗണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മസാല ഇങ്ങനെ ഈ ഒരു സൈഡിൽ വരുന്ന പോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചിലപ്പോൾ അങ്ങനെ ഒട്ടാത്തൊരു പ്രശ്നം വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മൾ സമൂസയൊക്കെ കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടും. മാത്രമല്ല ചീസൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല മക്കൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ്.